ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമറസിന്റെ ഓസ്റ്റിയോളജിയാണ്. ഹ്യൂമറസിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ബോൺ ഓഫ് ദി അപ്പർ ലിപ്പ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ബോൺ ഓഫ് അവർ ആം. ബേസിക്കലി പറയുകയാണെങ്കിൽ ഹ്യൂമറസ് ഹാസ് എൻ അപ്പർ എൻഡ്, ഹാസ് എ ലോവർ എൻഡ് ആൻഡ് എ ഷാഫ്റ്റ്. ഇനി ഏതൊരു ബോണിന്റെ കയ്യിൽ കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ സൈഡ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പോൾ ഹ്യൂമറസിന്റെ സൈഡ് ഡിറ്റർമിനേഷന് വേണ്ടി നമ്മുടെ അപ്പർ എൻഡില് അതിനൊരു ഹെഡ് ഉണ്ട്. We will come to the details eventually. അതിനൊരു ഹെഡ് ഉണ്ട്. The head will be directed upwards, backwards and medially. Upwards, backwards and medially. Lower end side to side expanded ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കതിന്റെ ഒരു റിലേറ്റീവ് പൊസിഷൻ കിട്ടും. ആൻഡ് സൈഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മുടെ ലെസ്സർ ട്യൂബർക്കിൾ, അഗൈൻ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് വരാം. ലെസ്സർ ട്യൂബർക്കിൾ will be projected anteriorly and the bicipital groove will come laterally. So this would be my right humerus. Again, side determination parayanengil the head of the humerus will be directed upwards, slightly backwards and medially. The lower end will be expanded from side to side. The lesser tubercle will present anteriorly and is limited laterally by the intertubercular sulcus. ഇനി നമുക്ക് അതിന്റെ ഫൈൻ ഫീച്ചേഴ്സിലേക്ക് വരാം. ഇനി നമുക്ക് ഹ്യൂമറസിന്റെ ഫൈൻ ഫീച്ചേഴ്സിലേക്ക് വരാം. ഇനീഷ്യലി നമുക്ക് അപ്പർ എൻഡ് നോക്കാം. അപ്പർ എൻഡിൽ ഓൾമോസ്റ്റ് 1/3 ഓഫ് എ സ്പിയർ ഫോം ചെയ്ത് ഹ്യൂമറസിന്റെ ഹെഡ് കാണാം. നമുക്ക് ഹെഡിനെയും റെസ്റ്റ് ഓഫ് ദി അപ്പർ എൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദി അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. അഗൈൻ ദ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹെഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി അപ്പർ എൻഡ് ഇസ് കോൾഡ് ദി അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. അതുകൂടാതെ അപ്പർ എൻഡിൽ തന്നെ വി ക്യാൻ സി എ സ്മോൾ പ്രൊജക്ഷൻ ഹിയർ. ദിസ് ഇസ് കോൾഡ് ദ ലെസ്സർ ട്യൂബർക്കിൾ ഓഫ് ദ ഹ്യൂമറസ്. കുറച്ചും കൂടെ ലാറ്ററലി വി ക്യാൻ സി ദ ഗ്രേറ്റർ ട്യൂബർക്കിൾ ഓഫ് ദ ഹ്യൂമറസ്. ഇതെല്ലാം അപ്പർ എൻഡിന്റെ ഫീച്ചേഴ്സ് ആണ്. ആൻഡ് ദെൻ സെപ്പറേറ്റിംഗ് ദ ലെസ്സർ ട്യൂബർക്കിൾ ആൻഡ് ദ ഗ്രേറ്റർ ട്യൂബർക്കിൾ വി ഹാവ് ദ ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ് അഥവാ ബൈസിപിറ്റൽ ഗ്രൂവ്. അഗൈൻ ഇന്റർ ട്യൂബർക്കുലർ സൾക്കസ് ഓർ ദ ബൈസിപിറ്റൽ ഗ്രൂവ്. ഈ ബൈസിപിറ്റൽ ഗ്രൂവിന് 2 ലിപ്സ് ഉണ്ട്. ഈ ലിപ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ലെസർ ട്യൂബർക്കിളിന്റെയും ഗ്രേറ്റർ ട്യൂബർക്കിളിന്റെയും ഡൗൺവേർഡ് ഇലോങ്ങേഷൻസ് ആണ്. ഇനി നമ്മൾ നേരത്തെ അനാറ്റമിക്കൽ നെക്കിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ദാറ്റ് ഇസ് ദ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹെഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി അപ്പർ എൻഡ് ഓഫ് ദ ഹ്യൂമറസ് അല്ലേ. അതേപോലെ തന്നെ അപ്പർ എൻഡിനെ ഷാഫ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നെക്കുണ്ട്. ദാറ്റ് ഇസ് ദ സർജിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. നൗ സർജിക്കൽ നെക്കിന് ഏകദേശം 0.5 സെന്റിമീറ്റർ താഴെ വി ഹാവ് ദ മോർഫോളജിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസ്. മോർഫോളജിക്കൽ നെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമറസിന്റെ എപ്പിഫൈസിയൽ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദി അപ്പർ എൻഡ്. ഇനി കമ്മിങ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലോവർ എൻഡ് ഓഫ് ദ ഹ്യൂമറസ്. ഹ്യൂമറസിന്റെ ലോവർ എൻഡ് ആസ് ഐ സെഡ് ബിഫോർ ഇസ് എക്സ്പാൻഡഡ് ഫ്രം സൈഡ് ടു സൈഡ്. ഇതിന് ആർട്ടിക്കുലർ പാർട്സും ഉണ്ട്, നോൺ ആർട്ടിക്കുലർ പാർട്സും ഉണ്ട്. Coming to the articular parts, you can see a rounded prominence here and അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്യാപിറ്റലം ഓഫ് ദ ഹ്യൂമറസ്. ക്യാപിറ്റലത്തിലേക്ക് നമ്മുടെ റേഡിയസിന്റെ ഹെഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇനി യു ക്യാൻ സി എ പുള്ളി ഷേപ്ഡ് സ്ട്രക്ചർ. ഇതിനെ നമ്മൾ ട്രോക്ലിയ എന്ന് വിളിക്കുന്നു. ട്രോക്ലിയയിലേക്കാണ് അൾനയുടെ ട്രോക്ലിയർ നോച്ച് അറ്റാച്ച് ചെയ്യുന്നത്. ട്രോക്ലിയയെ പറ്റി ഫെർദർ പറയാനാണെങ്കിൽ അതിൻ്റെ മീഡിയൽ എഡ്ജും ലാറ്ററൽ എഡ്ജും ഉണ്ട്. ട്രോക്ലിയയുടെ മീഡിയൽ എഡ്ജ് ഇസ് ഓൾമോസ്റ്റ് 6 millimeters ബിലോ ദ ലാറ്ററൽ എഡ്ജ്. ഇത് കാരണം ലോങ് ആക്സസ് ഓഫ് ദി ആമും ലോങ് ആക്സസ് ഓഫ് ദ ഫോർ ആമും ഒരു ആംഗുലേഷൻ ഫോം ചെയ്യുന്നു. ഈ ആംഗിളിനെ നമ്മൾ ക്യാരിയിങ് ആംഗിൾ എന്ന് വിളിക്കുന്നു. ഇനി കമ്മിങ് ടു ദ നോൺ ആർട്ടിക്കുലർ പാർട്സ് ഓഫ് ദ ലോവർ എൻഡ്. മീഡിയലി കാണുന്ന ഈ പ്രോമിനൻസിനെ നമ്മൾ മീഡിയൽ എപ്പികോണ്ടൈൽ ഓഫ് ദ ഹ്യൂമറസ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഇസ് സബ്ക്യൂട്ടീനിയസ്. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോമിനൻസ് ആണ് മീഡിയൽ എപ്പികോണ്ടൈൽ ഓഫ് ദ ഹ്യൂമറസ്. അതേപോലെ തന്നെ ലാറ്ററലി വി ക്യാൻ സി അനദർ പ്രോമിനൻസ് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദ ലാറ്ററൽ എപ്പികോണ്ടൈൽ ഓഫ് ദ ഹ്യൂമറസ്. ഇനി നമ്മുടെ ക്യാപിറ്റലത്തിന്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിപ്രഷൻ കാണാം. ദിസ് ഇസ് കോൾഡ് ദ റേഡിയൽ ഫോസ. റേഡിയൽ ഫോസയിലേക്ക് റേഡിയസിന്റെ ഹെഡ് ആമിന്റെ ഫുൾ ഫ്ലെക്ഷനിൽ റെസ്റ്റ് ചെയ്യുന്നു. അഗൈൻ
നമ്മുടെ റേഡിയൽ ഫോസയിലേക്ക് ആം ഫുൾ ഫ്ലെക്ഷനിൽ റേഡിയസിന്റെ ഹെഡ് വന്ന് റേഡിയൽ ഫോസയിൽ റെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ above the trochlea we can see the cornoid fossa. നമ്മുടെ അൾനയുടെ കോർണോയിഡ് പ്രോസസ് ആമിന്റെ ഫുൾ ഫ്ലെക്ഷനിൽ കോർണോയിഡ് ഫോസയിൽ റെസ്റ്റ് ചെയ്യുന്നു. സിമിലർലി ബിഹൈൻഡ് വി കൻ സി ദി ഓളക്രനോൺ ഫോസ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾനയുടെ ദിസ് ഇസ് ദി അൾനാസ് ഓളക്രനോൺ പ്രോസസ്. അൾനയുടെ ഓളക്രനോൺ പ്രോസസ് ഫുൾ എക്സ്റ്റൻഷനിൽ ഓളക്രനോൺ ഫോസയിൽ റെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ലോവർ എൻഡ് ഓഫ് ദ ഹ്യൂമറസ്. ഇനി കമ്മിങ് ടു ദ ഷാഫ്റ്റ് ഓഫ് ദ ഹ്യൂമറസ്. ഷാഫ്റ്റിന്റെ ഫീച്ചർ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് റൗണ്ടഡ് ഇൻ ദി അപ്പർ ഹാഫ് ആൻഡ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഇൻ ദ ലോവർ ഹാഫ്. ഇനി നമ്മുടെ ഷാഫ്റ്റിന്റെ ഫീച്ചേഴ്സ് പറയാനായിട്ട് ഇറ്റ് ഹാസ് 3 borders as well as 3 surfaces. Firstly coming to the borders. ആദ്യമേ തന്നെ we have the anterior border. Anterior border മേളിൽ നോക്കാനാണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി ദ ലാറ്ററൽ ലിപ്പ് ഓഫ് ദ ഇന്റർട്യൂബർക്കുലർ സൾക്കസ്. ലാറ്ററൽ ലിപ്പ് ഓഫ് ദ ഇന്റർട്യൂബർക്കുലർ സൾക്കസിന്റെ ഒരു ഡൗൺവേർഡ് പ്രൊലോങ്ങേഷൻ ആണ് ആന്റീരിയർ ബോർഡർ. താഴേക്ക് വരുമ്പോഴത്തേക്ക് ദി ആന്റീരിയർ ബോർഡർ ബിക്കംസ് ഓൾമോസ്റ്റ് റൗണ്ടഡ്. നൗ കമ്മിങ് ടു ദ medial border. The medial border is actually a downward extension of the medial lip of the intertubercular sulcus. താഴേക്ക് വരുമ്പം it actually ends as the medial supracondylar ridge. And coming to the lateral border. The lateral border continues downwards as the lateral supracondylar ridge, and this is the area where the lateral border is most prominent. That is all about the borders. Now coming to the surfaces. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമറസിന് 3 സർഫസസ് ഉണ്ട്. It has an anteromedial surface, it has an anterolateral surface and a posterior surface. ആദ്യമേ we'll come to the anteromedial surface. Anteromedial surface anterior borderനും medial borderനും between ആണ് ലൈ ചെയ്യുന്നത്. It is a direct continuation of the intertubercular sulcus. ഇതാണ് നമ്മുടെ intertubercular sulcus. അതിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മുടെ ആൻട്രോമീഡിയൽ സർഫസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ യൂഷ്വൽ ബോൺസിൽ ഏകദേശം മിഡിൽ പോർഷനിലായിട്ടാണ് അതിന്റെ ന്യൂട്രിയൻ ഫൊറാമൻ കാണുന്നത്. നൗ കമ്മിങ് ടു ദി ആൻട്രോലാറ്ററൽ സർഫസ്. ആൻട്രോലാറ്ററൽ സർഫസ് ആന്റീരിയർ ബോർഡറിനും ലാറ്ററൽ ബോർഡറിന്റെ ബിറ്റ്വീൻ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആൻട്രോലാറ്ററൽ സർഫസിന്റെ ഒരു പ്രത്യേക ഫീച്ചറാണ് ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി. അതായത് ആന്റീരിയർ ബോർഡറിന്റെ അഡ്ജസന്റ് ആയിട്ട് ഏകദേശം വി കൻ സി എ റഫ് ഏരിയ ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റി. ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിലേക്കാണ് ഡെൽറ്റോയിഡ് മസിലിന്റെ ഇൻസേർഷൻ വരുന്നത്. ആൻഡ് ഹോൾ ഓഫ് ദ സർഫസ് ഇസ് ഓൾമോസ്റ്റ് കവേർഡ് ബൈ ദ ഡെൽറ്റോയിഡ് മസിൽ ഇൻ ഇറ്റ്സ് അപ്പർ ഹാഫ്. ഇനി കമ്മിങ് ടു ദ പോസ്റ്റീരിയർ സർഫസ്. Posterior surface lies between the medial and the lateral borders. And usual bones എടുത്താൽ ഏകദേശം മിഡിൽ പോർഷനിലായിട്ട് യു കെൻ സി ദ റേഡിയൽ ഗ്രൂവ്. റേഡിയൽ ഗ്രൂവിലാണ് റേഡിയൽ നെർവ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിന്റെ ക്ലിനിക്കൽ അനാറ്റമിയും ഇമ്പോർട്ടൻസും ഒരു ഇമ്പോർട്ടന്റ് എസ്സേ ആണ്, അതുകൂടി ഓർത്തിരിക്കുക. ഇനി നമുക്കിതിന്റെ അറ്റാച്ച്മെന്റ്സിലേക്ക് പോകാം. ഇനി നമുക്ക് ഹ്യൂമറസിന്റെ അറ്റാച്ച്മെന്റ്സിലേക്ക് വരാം. ഫസ്റ്റ്ലി നമുക്ക് ഈ ബോണിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന മസിൽസിന്റെ ഡീറ്റെയിലോട്ട് വരാം. ഇതാണ് നമ്മുടെ ലെസ്സർ ട്യൂബർക്കിൾ. ലെസ്സർ ട്യൂബർക്കിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന മസിലാണ് സബ്സ്കാപ്പുലാരിസ് മസിൽ. ഗ്രേറ്റർ ട്യൂബർക്കിളിലേക്ക് മേളിൽ നിന്ന് താഴോട്ട് 3 മസിൽസ് ഇൻസേർട്ട് ചെയ്യുന്നു. ദേ ആർ ദ സുപ്രാസ്പൈനേറ്റസ്, ഇൻഫ്രാസ്പൈനേറ്റസ് ആൻഡ് ടെറസ് മൈനർ മസിൽ. ഈ 4 മസിലിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ദേ ഫോം ദ റൊട്ടേറ്റർ കഫ്. ആൻഡ് ദ റൊട്ടേറ്റർ കഫ് ഇസ് അഗൈൻ എൻ ഇമ്പോർട്ടന്റ് ഷോർട്ട് നോട്ട് ഫോർ യു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിരിക്കുക. ഇനി നമ്മുടെ ഡെൽറ്റോയിഡ് ട്യൂബറോസിറ്റിയിലേക്ക് നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അഗൈൻ ഡെൽറ്റോയിഡ് മസിൽ ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടന്റ് ഷോർട്ട് നോട്ട്. അതൊരു മൾട്ടി പെന്നേറ്റ് മസിലാണ്. ഇനി മീഡിയൽ ബോർഡറിന്റെ ഏകദേശം മിഡിലായിട്ട് ഒരു റഫ് ആൻഡ് ഏരിയയിലാണ് നമ്മുടെ കോർക്കോ ബ്രേക്കിയാലിസ് മസിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇന്റർട്യൂബർക്കുലർ സൾക്കസിനെ പറ്റിയും നമ്മുടെ ലാറ്ററൽ ആൻഡ് മീഡിയൽ ലിപ്സ് ഓഫ് ദ ഇന്റർട്യൂബർക്കുലർ സൾക്കസിനെ പറ്റിയും പറഞ്ഞിരുന്നു. അതിന്റെ നമ്മുടെ ഇന്റർട്യൂബർക്കുലർ സൾക്കസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന മസിലാണ് ലാറ്റിസിമസ് ഡോഴ്സൈ.
ലാറ്ററൽ ലിപ്പിലേക്ക് പെക്ട്രാലിസ് മേജർ മസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. മീഡിയൽ ലിപ്പിലേക്ക് ടെറസ് മേജർ മസിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറയാനാണെങ്കിൽ ഇറ്റ് ഇസ് എ ലേഡി ബിറ്റ്വീൻ ടു മേജേഴ്സ്. അതായത് ഇന്റർ ട്യൂബർക്കുലർ സൾക്കസിലോട്ട് ലാറ്റിസിമസ് ഡോഴ്സെ ഇൻസേർട്ട് ചെയ്യുന്നു. ലാറ്ററൽ ലിപ്പിലേക്ക് പെക്ട്രാലിസ് മേജർ മസിൽ, മീഡിയൽ ലിപ്പിലേക്ക് ടെറസ് മേജർ മസിൽ. ആ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ ഈ ഇൻസേർഷൻ പഠിക്കാൻ എളുപ്പമായിരിക്കും. ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ഇൻസേർഷൻസ് ഓൺ ഹ്യൂമറസ്. ഇനി നമുക്ക് ഹ്യൂമറസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മസിൽസിനെ പറ്റി നോക്കാം. ആൻഡ്രോമീഡിയൽ ആൻഡ് ആൻഡ്രോ ലാറ്ററൽ സർഫസസിന്റെ ലോവർ ഹാഫിലായിട്ട് ബ്രേക്കിയാലിസ് മസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇനി ഇതാണല്ലോ നമ്മുടെ ലാറ്ററൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ്. അതിന്റെ അപ്പർ 2/3 ബ്രേക്കിയോ റേഡിയാലിസ് മസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. അതിന്റെ ലോവർ 1/3 എക്സ്റ്റെൻസർ കാർപ്പൈ റേഡിയാലിസ് ലോങ്ങസ് മസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതാണല്ലോ നമ്മുടെ മീഡിയൽ സുപ്രാകോണ്ടൈലർ റിഡ്ജ്. ഇതിന്റെ ലോവർ 1/3 പ്രൊണേറ്റർ ടെറസ് മസിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇനി നമ്മുടെ മീഡിയൽ എപ്പിക്കോണ്ടൈൽ സൂപ്പർഫിഷ്യൽ ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇറ്റ് ഇസ് നോൺ ആസ് ദ കോമൺ ഫ്ലെക്സർ ഒറിജിൻ. അവിടെ നിന്നാണ് നമ്മുടെ ഫോറാമിന്റെ സൂപ്പർഫിഷ്യൽ ലെയറിലുള്ള ഫ്ലെക്സർ മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഇതാണല്ലോ നമ്മുടെ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. ലാറ്ററൽ എപ്പിക്കോണ്ടൈലിനെ നമ്മൾ കോമൺ എക്സ്റ്റെൻസർ ഒറിജിൻ എന്നാണ് വിളിക്കുന്നത്. അവിടാണ് എക്സ്റ്റെൻസർ മസിൽസ്, സൂപ്പർഫിഷ്യൽ ലെയറിലുള്ള എക്സ്റ്റെൻസർ മസിൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാറ്ററൽ എപ്പിക്കോണ്ടൈലിന്റെ തന്നെ പോസ്റ്റീരിയർ സർഫസിലായിട്ട് ഏകദേശം ഒരു മസ്കുലർ ഇംപ്രഷൻ നമുക്ക് കാണാം. അവിടെയാണ് എങ്കോണിയസ് മസിലിന്റെ ഒറിജിൻ വരുന്നത്. ഇനി നമ്മുടെ റേഡിയൽ ഗ്രൂവ് ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടാണല്ലോ. റേഡിയൽ ഗ്രൂവിന്റെ അപ്പർ പോർഷനിൽ നമ്മുടെ ലോങ് ഹെഡ് ഓഫ് ട്രൈസെപ്സ് ബ്രേക്കിയുടെ ലാറ്ററൽ ഹെഡ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ റേഡിയൽ ഗ്രൂവിന്റെ ലോവർ പോർഷനിൽ മീഡിയൽ ഹെഡ് ഓഫ് ട്രൈസെപ്സ് ബ്രേക്കി ഒറിജിനേറ്റ് ചെയ്യുന്നു. റിമെമ്പർ ദാറ്റ് ദ ട്രൈസെപ്സ് ബ്രേക്കി ഹാസ് 3 heads of origin. ഒരെണ്ണം നമ്മൾ സ്കാപ്പുലയിൽ ഓൾറെഡി കണ്ടതാണ്. ദ ലോങ് ഹെഡ് ഒറിജിനേറ്റ്സ് ഫ്രം ദ ഇൻഫ്രാഗ്ലിനോയിഡ് ട്യൂബർക്കിൾ. The lateral head originates from the area above the radial groove and the medial head originates from the area below the radial groove. That is all about the origins on this muscle. ഇനി നമുക്ക് ലിഗമെന്റ്സിന്റെ അറ്റാച്ച്മെന്റ് നോക്കാം. ഏകദേശം അനാറ്റമിക്കൽ നെക്ക് ഓഫ് ദ ഹ്യൂമറസിൽ ആണ് നമ്മുടെ ക്യാപ്സ്യൂൾ ഓഫ് ദ ഷോൾഡർ ജോയിന്റ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു ഒരു ലൂസ്നെസ് ഉണ്ട്. ഇറ്റ് ഇസ് ടു അലൗ ദ tendon of long head of biceps brachii to pass through the intertubercular sulcus. അതേപോലെ തന്നെ ലോവർ എൻഡിലായിട്ട് നമ്മുടെ എൽബോ ജോയിന്റിന്റെ ക്യാപ്സ്യൂൾ നമ്മുടെ റേഡിയൽ ഫോസയ്ക്കും കോർണോയിഡ് ഫോസയ്ക്കും മുകളിലായിട്ടും ഒളക്കനോൺ ഫോസയ്ക്കും മുകളിലായിട്ടും നമ്മുടെ എൽബോ ജോയിന്റിന്റെ ക്യാപ്സ്യൂൾ അറ്റാച്ച് ചെയ്യുന്നു. ഇനി ജസ്റ്റ് പരിചയപ്പെടാനായിട്ട് നമ്മുടെ ഇന്റർ ട്യൂബർക്കുലർ സൾക്കസിന്റെ കണ്ടന്റ്സ്, ഇറ്റ് ഇസ് എ ഫ്രീക്വന്റ് വൈവ ക്വസ്റ്റ്യൻ. The long head of biceps brachii and the ascending branch of the circumflex artery is also present in the intertubercular sulcus. Now talking about the nerves related to the humerus. നമ്മുടെ സർജിക്കൽ നെക്ക് ഏകദേശം ഇവിടെ ആണല്ലോ. നമ്മുടെ സർജിക്കൽ നെക്കിലേക്ക് റിലേറ്റ് ചെയ്യുന്ന നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ദി ആക്സിലറി നെർവ്. നമ്മുടെ റേഡിയൽ ഗ്രൂവിനെ പറ്റി പറഞ്ഞിരുന്നു. നമ്മുടെ റേഡിയൽ ഗ്രൂവിലുള്ള നെർവാണ് നമ്മുടെ റേഡിയൽ നെർവ്. അതേപോലെ തന്നെ മീഡിയൽ എപ്പിക്കോണ്ടൈലിന്റെ ബിഹൈൻഡിലായിട്ട് അൾനാർ നെർവും ഉണ്ട്. അൾനാർ നെർവ് ക്യാൻ ബി ഫിസിക്കലി പാൽപേറ്റഡ് ആസ് വെൽ. ഇവിടെ ഓരോ ഇടത്തും നടക്കുന്ന ഫ്രാക്ചേഴ്സും അതിൽ നിന്നുണ്ടാകുന്ന നെർവ് ഇഞ്ചറീസും അതിന്റെ എഫക്ട്സും എസ്സേസ് ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടി നിങ്ങൾ വായിക്കുക. ഇനി ഏതൊരു ബോൺ ഡിസ്കഷൻ തീർക്കുമ്പോഴും യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്സ് ക്ലിനിക്കൽ അനാറ്റമി ആസ് വെൽ. ഇപ്പോൾ ഹ്യൂമറസിനെ പറ്റി പറയാനാണെങ്കിൽ ഹ്യൂമറസ് ഇസ് എ ബോൺ ദാറ്റ് ഗെറ്റ്സ് ഫ്രീക്വന്റ്ലി ഫ്രാക്ചർഡ്. സർജിക്കൽ നെക്കും ഷാഫ്റ്റും സുപ്രാകോണ്ടൈലർ റീജിയൻസും അതിന്റെ കോമൺലി ഫ്രാക്ചേർഡ് ഏരിയാസ് ആണെന്ന് ഓർത്തിരിക്കുക. യൂഷ്വലി യങ്ങർ ആയിട്ടുള്ള ഒരു ജനറേഷൻ കൺസിഡർ ചെയ്യാനാണെങ്കിൽ സുപ്രാകോണ്ടൈലർ ഫ്രാക്ചേഴ്സ് ആർ മോർ കോമൺ. ഈ സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ സംഭവിക്കുമ്പോൾ ഇറ്റ് ഇസ് യൂഷ്വലി ഹാപ്പനിങ് വെൻ ദർ ഇസ് എ ഫോൾ ഓൺ ദി ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ്. ആൻഡ് ദിസ് ഫ്രാക്ചർ റിസംബിൾസ് എൻ എൽബോ ഫ്രാക്ചർ. അതായത് there will be a posterior dislocation of the lower fragment. ഇത് കാരണം മീഡിയൻ നെർവ് കംപ്രസ് ആകാം. അതുപോലെ തന്നെ there is this condition called the Volkmann's ischemic contraction. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്രേക്കിയൽ ആർട്ടറി ഒക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമറസിന്റെ അപ്പർ 1/3 ലോവർ 1/3 ആ ഒരു ഏരിയ ഇസ്
വെരി പുവർലി സപ്ലൈഡ് ബൈ ബ്ലഡ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒരു ഏരിയയിലേക്ക് ഫ്രാക്ചർ വന്നാൽ അവിടെയുള്ള യൂണിയൻ ഐദർ സ്ലോ ആയിരിക്കും ഓർ ചിലപ്പോൾ യൂണിയൻ നടന്നില്ലെന്ന് വരാം. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള നെർവ്സ് നേരത്തെ പറഞ്ഞിരുന്നു. ദർ ഇസ് ദി ആക്സിലറി നെർവ്, ദ റേഡിയൽ നെർവ് ആൻഡ് ദി അൾനാർ നെർവ്. അതിനെ പറ്റിയുള്ള നെർവ് ഇഞ്ചുറീസും ഇതിന്റെ കൂടെ വരാവുന്ന ഫ്രീക്വന്റ് വൈവ ക്വസ്റ്റ്യൻസ് ആണ്. So read through that as well as their important essay questions as well. And that is all about our humerus. Thank you.